ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 87-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. ഏവമാത്മന്യവിദ്യാതോ ദേഹാധ്യാസോ ഹി ജായത്തെ സ ഏവാത്മപരിജ്ഞാനാത് ലീയതേ ച പരാത്മനി. അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. അറിവില്ലായ്മ കൊണ്ട് ആത്മാവിൽ ദേഹ അധ്യാസ ഹി ജായത്തെ, ദേഹ അധ്യാസം തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് ആത്മാവില് ദേഹ അധ്യാസം തോന്നുന്നു. പക്ഷേ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പൂർണ്ണജ്ഞാനം കൊണ്ട്, പൂർണ്ണമായ ജ്ഞാനം കൊണ്ട്, ഞാൻ ബ്രഹ്മം എന്ന അറിവ് കൊണ്ട്, ഞാൻ ആത്മാ എന്ന അറിവ് കൊണ്ട്, പൂർണ്ണമായിട്ടുള്ള അറിവ് കൊണ്ട്, ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് അറിവുണ്ട്, ഇത് പോരാ, പൂർണ്ണമായ ഞാൻ എന്നുള്ള ആത്മാ എന്നുള്ള അറിവ് കൊണ്ട് ലീയത്തെ പരമാത്മനി, പരബ്രഹ്മസ്വരൂപത്തിൽ ലയിക്കും. അപ്പൊ പൂർണ്ണജ്ഞാനം വേണം, അതാണ് പറയുന്നത്. ചെറുതായിട്ട് ഞാൻ എന്നറിഞ്ഞാൽ പോരാ, പൂർണ്ണമായ ജ്ഞാനം വേണം എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 88-ാമത്തെ ശ്ലോകം. സർവമാത്മതയാ ജ്ഞാതം ജഗത്സ്ഥാവരജംഗമം അഭാവാൽ സർവഭാവാനാം ദേഹാനാം ചാത്മതാ കുതഃ. സർവമാത്മതയാ ജ്ഞാതം ജഗത്സ്ഥാവരജംഗമം അഭാവാൽ സർവഭാവാനാം ദേഹാനാം ചാത്മതാ കുതഃ. ഇവിടെ സർവാത്മഭാവത്തെയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണത്. സർവാത്മഭാവം. സർവം ആത്മതയാ ജ്ഞാതഃ, എല്ലാം ആത്മാ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, സർവം ആത്മതയാ ജ്ഞാത, എല്ലാം ആത്മാ എന്ന് അറിയപ്പെടുമ്പോൾ, അതിപ്പോ നമ്മൾ അറിഞ്ഞു ഇല്ലേ? നമ്മൾ ഇത്രയും പഠിച്ചപ്പോൾ അത് അറിയുന്നുണ്ട്. ആത്മതയാ, അവിടെ ഞാൻ എന്ന് വേണം ആത്മതയ എന്നുള്ളതിനെ അറിയുന്നത്. എല്ലാം ആത്മ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം ഞാൻ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങണം. എല്ലാം ആത്മാ എന്ന് പറയുമ്പോ എല്ലാം ഞാൻ, കാരണം ആത്മാവാണ് ഞാൻ. അപ്പൊ എല്ലാം ആത്മാ എങ്കിൽ എല്ലാം ഞാൻ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങണം. അപ്പോ എന്തായി? എല്ലാം ഞാൻ എന്നും പറയാം, എല്ലാം മിഥ്യ എന്നും പറയാം, അല്ലേ? പ്രപഞ്ചം മുഴുവൻ മിഥ്യയായിട്ട് കണ്ടല്ലോ, ആത്മാ മാത്രമേ സത്യമുള്ളൂ എന്ന് കണ്ടു. സർവം എന്നാൽ ജഗത്, സർവം ആത്മതയാ ജ്ഞാതം. ഇവിടെ സർവം എന്നാൽ ഇവിടെ ജഗത്ത് എന്നാണ് പറയുന്നത്. ജഗത്ത് എന്നാൽ സ്ഥാവര ജംഗമം, സ്ഥാവര ജംഗമം, ജഗത് സ്ഥാവര ജംഗമം. സർവമാത്മതയാ ജ്ഞാതം ജഗത് സ്ഥാവര ജംഗമം. ചലിക്കുന്നതും ചലിക്കാത്തതുമായ സ്ഥാവരം, ജംഗമം. നമ്മളെന്തുകൊണ്ട് ജന്തു എന്ന് പറയുന്നത്? ചിലപ്പോ ജന്തു എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് കൊണ്ടാണ് ജന്തു എന്ന് പറയുന്നത്. ചലിക്കുന്നത് കൊണ്ട് ജന്തു എന്ന് പറയും. ജീവ ജഗത് എന്നും പറയും. ജീവ ജഗത്, എല്ലാം ആത്മാ എന്നുള്ളത് ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. ആത്മാ, എല്ലാം ആത്മാ, അതായത് ഒരേ ഒരു ആത്മാവേ ഉള്ളൂ എന്നർത്ഥം. സർവഭാവാനാം അഭാവാത്, എല്ലാ ഭാവങ്ങളുടെയും അഭാവത്താൽ, എല്ലാ ഭാവങ്ങളുടെയും അഭാവത്താൽ, അതായത് എല്ലാ വസ്തുക്കളും എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്നതിനാൽ, എന്ന കാരണത്താൽ സർവഭാവാനാം അഭാവാത്, വേറൊന്നുമില്ല, ഒന്നേ ഉള്ളൂ എന്നൊരു ചിന്തയിലേക്ക് വന്നു കഴിയുമ്പോൾ ദേഹസ്യ
ദേഹദാചാത്മന കുത, ദേഹസ്യ ഈ ശരീരത്തിന് ആത്മത കുത, ആത്മാ എന്ന ഒരു തനിത്തന്മ എങ്ങനെ വരും? എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ വേറെ എന്ന് വരാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ സാരം. എല്ലാം ഒന്ന് എന്ന് പറയുമ്പോൾ ഞാനും അതിൽ പെടും. ഞാൻ വേറെ എന്ന് വരരുത്. സർവാത്മതയാ ജ്ഞാതം ജഗസ്ഥാവരജംഗമം അഭാവ സർവഭാവാനാം ദേഹദാചാത്മന കുത. എങ്ങനെയാ അപ്പൊ ഞാൻ വേറെ എന്ന് എങ്ങനെയാ അവിടെ വരുന്നേ? അങ്ങനെ വരാൻ പാടില്ല. എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ വേറെ 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 എന്നുള്ള സംഭവമില്ല. എല്ലാം ആത്മാ എന്ന് പറയുമ്പോൾ, എല്ലാം ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ എന്നുള്ള ചിന്ത വരാൻ പാടില്ല. ശരീരത്തിന് ആത്മത. ഈ ശരീരത്തിന് എങ്ങനെ ആത്മത കൊടുക്കുന്നേ? നമ്മളിപ്പോ ഈ ശരീരത്തിനല്ലേ ഞാൻ വേറെ എന്ന് കാണിക്കുന്നേ. അപ്പൊ എല്ലാം ആത്മാവാണെന്ന് പറയുമ്പോൾ ഈ ശരീരം, പ്രപഞ്ചം മുഴുവൻ ആത്മാവാണ് അല്ലെങ്കിൽ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുമ്പോൾ പിന്നെ ഈ ശരീരം വേറെ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് ഞാൻ തന്നെ എന്ന് പറയും, അല്ലെങ്കിൽ ഇത് മിഥ്യ. അപ്പൊ വേറെ ആയിട്ട് ഒന്ന് ഇല്ല. ഈ ശരീരത്തിന് മിഥ്യയായതുകൊണ്ട് ഈ ശരീരത്തിന് ആത്മത, വേറൊരു ആത്മത പ്രത്യേക വരണം എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിലുമുള്ള അതേ സംഭവം തന്നെയാണ് ഞാൻ. എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആത്മ എന്ന തന്മ ഈ ദേഹത്തിന് എങ്ങനെ വരും? അങ്ങനെ വരില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ശ്ലോകത്തില് ചെറിയ ഈ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം ആത്മാവാകുമ്പോൾ ഞാൻ വേറെയായിട്ട്, ഈ ദേഹത്തിന് വേറെയായിട്ട് കാണാൻ പാടില്ല എന്നതാണ് ഇവിടെ പറഞ്ഞത്. എല്ലാം സ്ഥാവരവും ജംഗമവുമായ സകല പ്രപഞ്ചവും ആത്മാവാണെന്നറിയുമ്പോൾ മറ്റു സകല പദാർത്ഥങ്ങളും ഇല്ലാത്തതായിത്തീരുന്നു, മിഥ്യയായിത്തീരുന്നു. അപ്പോൾ ദേഹങ്ങൾ ആത്മാവാണെന്ന് എങ്ങനെ വരും? ദേഹങ്ങൾ ആത്മാവില്ല. ദേഹാത്മഭാവത്തെ കളയാൻ വേണ്ടിയിട്ട് ദേഹം എന്നുള്ളത് ഇതിലെ നേരത്തെ ആ ശ്ലോകങ്ങളിലെല്ലാം അതുകൊണ്ടല്ലേ അതിലെ പറഞ്ഞുകൊണ്ടിരുന്നേ. ആത്മനി ദേഹത്വം പശ്യത്തജ്ഞാനയോഗത, അതിനെ ഒന്നുകൂടെ ഇവിടെ സ്ഥിരീകരിച്ചു എന്നുള്ളത്. അടുത്ത ശ്ലോകം അപ്പൊ 41 മുതൽ 88 വരെയുള്ള ശ്ലോകത്തില് ജഗത് മിഥ്യ എന്നുള്ളതിനെ പല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ച് ജഗത് മിഥ്യയെ വ്യക്തമാക്കി തന്നു. അടുത്ത ശ്ലോകം മുമുക്ഷുക്കളായ നമുക്ക് ഉപദേശമാണ്. അടുത്ത ശ്ലോകം മുമുക്ഷുക്കളായ നമുക്കുള്ള ഉപദേശമാണ്. ലോകത്തെ മിഥ്യ എന്ന് അറിഞ്ഞ് നാം എന്ത് ചെയ്യണം? ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ലോകം മിഥ്യ, ജഗത് മിഥ്യ എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മളത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതൊരു ചോദ്യമാണ്. എന്ത് ചെയ്യാൻ പാടില്ല? അതും ഒരു സംഗതിയാണ്. ജഗത് മിഥ്യ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അപ്പോ ആചാര്യസ്വാമികള് പറയുന്നു, അങ്ങനെ വെറുതെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തതെന്ന് തിരിച്ച് അറിയണം. 89 ശ്ലോകം. ആത്മാനം സതതം ജാനൻ കാലം നയമഹാമതേ പ്രാരബ്ധമഖിലം ഭുഞ്ച നോദ്വേഗം കർത്തുമർഹസി. ആത്മാനം സതതം ജാനൻ കാലം നയമഹാമതേ പ്രാരബ്ധമഖിലം ഭുഞ്ചൻ നോദ്വേഗം കർത്തുമർഹസി. ചുമ്മാ എന്തെങ്കിലും പറയല്ലേ, പുലമ്പല്ലേ എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ആത്മാനം സതതം ജാനൻ, ആത്മാവിനെ എന്നും അറിഞ്ഞുകൊണ്ട്, സതതം എപ്പോഴും ഏതു സമയവും ഞാൻ ആത്മാ എന്നറിഞ്ഞുകൊണ്ട്. അതിൽ നിന്ന് സദാ എന്നുള്ളതിന്, സതതം എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ. ആത്മാവിനെ സതതം ജാനൻ, എപ്പോഴും ഏതു സമയവും അങ്ങനെ ആത്മാനം സ്വരൂപത്തെ, അവനവന്റെ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് കാലം നയ, കാലത്തെ നീക്കുക, മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ നയിക്കുക, ജീവിക്കുക. മഹാമതേ, നമ്മളെ ഇപ്പൊ നേരത്തെ മൂടാന്ന് വിളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ മാറ്റി. ഇപ്പൊ നമുക്കൊരു വിശേഷണം തന്നു, മഹാമതേ എന്ന് വിളിച്ചു. അല്ലയോ ശിഷ്യന്മാരെ എന്നുള്ളതിന് പഠിക്കുന്ന നമ്മളെ നോക്കി ആചാര്യസ്വാമികള് മഹാമതേ എന്ന് സംബോധന ചെയ്യുന്നു. എപ്പോഴാണിത് വന്നത്? 89 ശ്ലോകത്തില്. അപ്പൊ ആചാര്യസ്വാമി നമ്മളിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു? നേരത്തെ മൂഢന്മാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ, ഇത്രയും വിവരണങ്ങളെല്ലാം കേട്ട്
നന്നായിട്ട് വിചാരം ചെയ്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാകണം എന്ന് ആചാര്യസ്വാമി ഉദ്ദേശിക്കുന്നു. അവിടെയാണ് ആചാര്യസ്വാമി നമ്മൾ എത്രയോ മാനസികമായി ഉയർന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മളെ മഹാമതേ എന്ന് സംബോധന ചെയ്യുന്നു. കാലം നയ മഹാമതേ. എങ്ങനെയാ കാലം നയിക്കേണ്ടത്? ആത്മാവിനെ എപ്പോഴും അറിഞ്ഞുകൊണ്ട് കാലം നയിക്കുക, മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ മുന്നോട്ട് നയിക്കുക. വലിയ ജ്ഞാനമുള്ളവനെ എന്നാണ് വിളിക്കുന്നത്. വലിയ ജ്ഞാനമുള്ളവനെ മഹാദ്യുതേ എന്നുണ്ട് ചില പുസ്തകങ്ങളിൽ. മഹാദ്യുതേ എന്നും കൂടെ ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, മഹാമത എന്നും പറയുന്നുണ്ട്. മഹാദ്യുതേ എന്ന് പറയുമ്പോൾ ദ്യുതി എന്നാൽ ഷൈനിങ്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവുള്ളവനെ. എന്ത് അറിവാണ് പ്രകാശിക്കുക? ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് പ്രകാശിക്കുന്ന അറിവ്. മഹാദ്യുതേ, വലിയ ജ്ഞാനമുള്ളവനെ, വലിയ അറിവുള്ളവനെ, ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വദനത്തോടു കൂടിയവനെ, നീ നിന്റെ ശേഷിച്ച ജീവിതം ആത്മാവിനെ അറിഞ്ഞു ജീവിക്കൂ, എപ്പോഴും ആത്മാവിനെ അറിഞ്ഞു ജീവിക്കൂ എന്നാണ് പറയുന്നത്. എത്ര കാലം വേണം അങ്ങനെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം? പ്രാരബ്ധമഖിലം ഭുഞ്ചൻ ന ഉദ്വേഗം കർത്തുമർഹസി. പ്രാരബ്ധമഖിലം ഭുഞ്ചൻ ന ഉദ്വേഗം കർത്തുമർഹസി. എത്ര കാലം അങ്ങനെ ജീവിക്കണം? കാലം നയ മഹാമത എന്ന് പറഞ്ഞു. കാലം നയ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, നയിക്കൂ. എത്ര കാലം? പ്രാരബ്ധമഖിലം ഭുഞ്ചൻ. അഖിലം, പ്രാരബ്ധത്തെ മുഴുവനായും, പ്രാരബ്ധ കർമ്മത്തെ മുഴുവനായും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. അപ്പോ പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ എന്തുണ്ടാവും? ശരീരത്തിനും മനസ്സിനും ചിലപ്പോഴെല്ലാം സങ്കടവും ഉണ്ടാകും, ചിലപ്പോൾ സുഖവും ഉണ്ടാകും. അങ്ങനെ മാറി മാറി വരും. പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും സുഖവും ദുഃഖവും മാറി മാറി വരും. മാനവും അപമാനവും വരും. ജയവും വിജയവും വരും. ജയവും പരാജയവും വരും. വിജയവും പരാജയവും വരും. ഈ സമയം നാം മാനത്തിനോ അപമാനത്തിനോ കാരണമാകുന്ന ഒന്നും ചെയ്തു കാണില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കാണില്ല. പക്ഷെ പ്രാരബ്ധം അങ്ങനെ കൊണ്ടെത്തിക്കും. പല സമയത്തുകള് പ്രാരബ്ധം കൊണ്ട് മാനാപമാനം, ജയപരാജയങ്ങള്, സുഖദുഃഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടായില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അനുഭവം ഉണ്ടാവും, വിപരീതമായ അനുഭവം ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നും ചെയ്തു കാണില്ല, അവിചാരിതമായിട്ട് ചില അനുഭവങ്ങൾ വന്നു തീരും. ഇതാണ് ഈ പ്രാരബ്ധം പറയണത്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ കണ്ട് തന്നെ നമ്മുടെ പ്രയത്നം, നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ കഴിവിനപ്പുറമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് പ്രാരബ്ധം. അപ്രതീക്ഷിതം അനുഭവങ്ങൾ വരുമ്പോൾ ഇല്ലേ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം നമ്മളെല്ലാം നല്ലതല്ലേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എപ്പോഴും നല്ലത് പ്രതീക്ഷിക്കുന്നു, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നു, സുഖം കിട്ടാനായി പ്രവർത്തിക്കുന്നു, ഐശ്വര്യം കിട്ടാനായി പ്രവർത്തിക്കുന്നു, എല്ലാ കഷ്ടപ്പാടുകളും മാറാനായി പ്രവർത്തിക്കുന്നു, സങ്കടങ്ങൾ മാറാനായി പ്രവർത്തിക്കുന്നു, രോഗങ്ങൾ മാറാനായി പ്രവർത്തിക്കുന്നു, ശരീരവേദന മാറാനായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അനുഭവം തിരിച്ചാ. ഒരു ചെറിയ ചികിത്സയ്ക്ക് പോയിട്ട് ചിലപ്പോൾ പിന്നെ വലിയ ചികിത്സയുമായിട്ടാണ് വരുന്നത്. ചെറിയൊരു അസുഖം കാണിക്കാൻ പോയി അവിടുത്തെ നിന്ന് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ആകപ്പാടെ പ്രശ്നമായി. പോയതിനെക്കാട്ടിൽ എത്രയോ മടങ്ങ് വേദനയോടുകൂടി തിരിച്ചു വരും. ഇത്ര നാൾ ഒന്നുമില്ലായിരുന്നു, ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴാ കണ്ടേ ഒരു ഭാഗം മൊത്തം പ്രശ്നമാണ്, അല്ലേ? ഇങ്ങനെ കാണുന്നുണ്ടല്ലോ നമ്മൾ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തലയ്ക്ക് ഒത്തിരി മുഴ കാണുന്നു, ഇത്ര നാളൊരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാ പെട്ടെന്ന് അങ്ങനെ കണ്ടേ. അപ്പോ അപ്രതീക്ഷിതമായിട്ട് പലത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. അതേമാതിരി സുഖങ്ങളുടെ കാര്യത്തിലുണ്ട് അപ്രതീക്ഷിതമായിട്ട്. ചില പുണ്യങ്ങള് അവിചാരിതമായിട്ട് മുന്നിൽ കയറി വരും. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവര് നമ്മളോട് ഇങ്ങനെ നമുക്ക് വേണ്ടിയത് ചെയ്തു തരുമെന്ന് എന്ന് വിചാരിച്ചു എന്ന് പറയും. വലിയ സഹായമൊക്കെ ചിലപ്പോൾ കിട്ടും. അതേമാതിരി വലിയ ലാഭത്തിൽ ചിലപ്പോൾ പല കാര്യങ്ങൾ നടക്കും. അതൊക്കെ പ്രാരബ്ധവശമായിട്ട് കിട്ടുന്ന. പ്രാരബ്ധത്തിൽ രണ്ടും ഉണ്ടല്ലോ, പാപവും പുണ്യവും ചേർന്നതാണ് പ്രാരബ്ധം. കഴിഞ്ഞ ജന്മങ്ങളിലെ പാപ പുണ്യ ഫലങ്ങളാണ്. അപ്പോൾ വിപരീത അനുഭവങ്ങൾ ഉണ്ടാവും. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അപ്രതീക്ഷിത അനുഭവങ്ങൾ വരുമ്പോൾ ന ഉദ്വേഗം കർത്തുമർഹസി, അതാണ് പറയുന്നത്. പ്രാരബ്ധമഖിലം ഭുഞ്ചൻ ന ഉദ്വേഗം കർത്തുമർഹസി. ആരാണ്? മഹാമതേ. അല്ലയോ, ഇത്രയും അറിവുള്ള ജ്ഞാനം ലഭിച്ച ആളെ, ഇത്രയും അറിവുകൾ ഉണ്ടായല്ലോ, ഇനി നിങ്ങൾ എപ്പോഴും ആത്മാവിലാണ്, ഞാൻ ആത്മാ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം നയിക്കൂ. അപ്പോൾ
അപ്രതീക്ഷിതമായിട്ടുള്ള ആ പ്രാരബ്ധകർമ്മങ്ങൾ മുഖാന്തരം അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഉദ്വേഗം കർത്തുമർഹസി, ഒരിക്കലും ഉദ്വേഗപ്പെടരുത്, അവിടെ ആവലാദികൾ പറയരുത്, വെറുതെ ചിലക്കാതെ എന്നാണ് ശരിക്കും പറഞ്ഞത്. ഉദ്വേഗം കർത്തുമർഹസി. ഒക്കെ പല വിപരീത അനുഭവങ്ങളും പ്രാരബ്ധവശാൽ വന്നുകൊണ്ടിരിക്കും. ആ സമയമെല്ലാം സ്വയം ആത്മാ എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കൂ. ആ സമയത്ത് വെറുതെ ആവലാതി പറയല്ലേ, വെറുതെ ചിലക്കല്ലേ, പുലമ്പല്ലേ എന്നൊക്കെ പറയാം. ഇതിന് അർത്ഥം ഉദ്വേഗം കർത്തുമർഹസി എന്നുള്ളതിന് വെറുതെ ചിലക്കാതെ, വെറുതെ ആവലാതി പറയാതെ, വെറുതെ പുലമ്പാതെ എന്നൊക്കെ പറയാം. വെറുതെ അലട്ടല്ലേ, പിറുപിറുക്കല്ലേ. അല്ലേ? നമ്മൾ പിറുപിറുക്കാറുണ്ട്, അലട്ടാറുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. ആചാര്യസ്വാമി അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുക. അങ്ങനെ അതൊന്നും പറയല്ലേ, അങ്ങനെ പെരുമ്പിക്കൊണ്ടിരിക്കല്ലേ, ഇതിൽ തന്നെ ചിലരെങ്ങനെ പ്രായിക്കൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെയൊന്നും ചെയ്യല്ലേ, ആത്മാവിലിരിക്കൂ, സംയമനം പാലിക്കൂ, ആത്മാവിലിരിക്കൂ. അതാണ് പറയുന്നത്. ആത്മാനം സതതം ജാനൻ കാലന്നയ മഹാമതേ. ആ മഹാമത എന്ന് വിളിച്ച് അതിന് നമ്മൾ അർഹരാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഴയ നമ്മുടെ ക്വാളിഫിക്കേഷൻ തന്നെ മൂഢന്മാർ എന്നുള്ള ക്വാളിഫിക്കേഷനിൽ ഇരിക്കണം. അവിടുന്ന് ആചാര്യസ്വാമി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, ഇപ്പൊ മഹാമതേ എന്ന് വിളിച്ചു. ഇനി ആചാര്യസ്വാമി പറഞ്ഞ ആ നമുക്ക് തന്ന ആ വിശേഷണത്തിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇനി ഒരു കാര്യങ്ങൾ വന്നാലും ആവശ്യമില്ലാതെ പുലമ്പരുത്, ആവശ്യമില്ലാതെ ആവലാദികൾ പറയരുത്, ആവശ്യമില്ലാതെ ചിലക്കരുത്, ആവശ്യമില്ലാതെ അത് ഇതൊക്കെ പറഞ്ഞ് പുലമ്പരുത്, അലട്ടരുത്, ആരെയും അലട്ടരുത്, ചുമ്മാ പിറുപിറുക്കരുത്. ഇത് നല്ലൊരു ഉപദേശമല്ലേ? വളരെ ആവശ്യമുള്ളൊരു ഉപദേശമല്ലേ? ഇത്ര കാലം പോയത് പോട്ടെ, ഇനി മഹാമതേ എന്ന് വിളിച്ചു കഴിഞ്ഞു. മഹാമതേ എന്നുള്ള സംബോധനയ്ക്ക് നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രീതിയിലാവണം. എപ്പോഴും ആത്മജ്ഞാനത്തിൽ ഇരിക്കണം. എപ്പോഴും ആത്മജ്ഞാനത്തിൽ ഇരിക്കൽ പിന്നെ ഒരു പരാതിയും അവിടെ ഉണ്ടാകാൻ പാടില്ല. ജ്ഞാനം ജപം പോലെയല്ല. ജപം ഒരു പ്രാവശ്യം ജപിച്ചാൽ പോരാ, പല പ്രാവശ്യം ജപിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ജപം 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 ജപം. ഒരു പ്രാവശ്യം ജപിച്ചില്ല, ഇനി ജീവിതത്തിൽ ജപിക്കേ വേണ്ട എന്ന് പറയാൻ പറ്റൂ? ഇല്ല. അതൊരു സാധനയാണ്, ദിവസവും ചെയ്യണം. അത് ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കണം, ദിവസവും ചെയ്യണം, പറ്റുകയാണെങ്കിൽ ഒരേ സമയത്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ജ്ഞാനം അങ്ങനെയല്ല. ഒരിക്കൽ ഉണ്ടായാലും മതി. ഒരിക്കൽ ജ്ഞാനം വന്നാൽ പിന്നെ അത് മതി. പിന്നെ അവിടെ ഇനി രണ്ടാമതൊരു ജ്ഞാനം വരണ്ട, വന്ന ജ്ഞാനം പോകത്തില്ല. അപ്പൊ ജ്ഞാനം എന്നുള്ളത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. വന്നാൽ പിന്നെ ജ്ഞാനി തന്നെയാണ്, പിന്നെ അവിടെ മാറത്തില്ല. കുറച്ചു കാലം ജ്ഞാനിയായിരുന്നു, പിന്നെ അയാള് അതിൽ നിന്ന് പോയി വീണ്ടും അജ്ഞാനിയായി എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആകില്ല ഒരിക്കലും. അങ്ങനെ ആകാൻ സാധിക്കത്തില്ല, അങ്ങനെ ആകില്ല. ആത്മജ്ഞാനം വന്നാൽ പിന്നെ ആത്മാവായിട്ട് തന്നെയാണ് കഴിയുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു റിവേഴ്സ് പരിപാടി ഇല്ല. അതാണ് അതിന്റെ മഹത്വം. ബാക്കി എല്ലാത്തിനും പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മുടെ സ്വഭാവം മോശമായെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ മോശമായെങ്കിൽ, കർത്തൃത്വം ഏറ്റെടുത്തു കഴിയുമ്പോൾ എല്ലാം മാറി. പക്ഷെ ഇവിടെ കർത്തൃത്വം ഒന്നും ഏറ്റെടുക്കില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും സംഭവിക്കില്ല. എപ്പോഴും ആ ആനന്ദത്തിൽ തന്നെ ആയിരിക്കും. വേറൊരു രീതിയിൽ അവിടെ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കർത്തൃത്വമില്ല. ഞാൻ എന്ന ഈ ദേഹ അഭിമാനം കൊണ്ടുള്ള പരിപാടികളൊന്നും അവിടെ ഇല്ലാതെ ഉണ്ടാവും. പിന്നെ എങ്ങനെയാ? പിന്നെ തിരിച്ചുപോക്കില്ല. ഇപ്പോ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നുണ്ട്, എങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറില്ല, അല്ലേ? ചില കാര്യങ്ങൾ അറിയും, പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇപ്പോ മൊബൈൽ നമ്പർ, പേരുകള്, ഇതൊക്കെ നമുക്കറിയാം, പലരുടെയും അറിയാം, അവനവന്റെയും അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ല. അതേമാതിരി ക്വാളിഫിക്കേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ല. ആവശ്യം വരുമ്പോ പറയും, അല്ലേ? താങ്കളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ പറയും. പേര് ചോദിച്ചാൽ പറയും. ചുമ്മാ പേര് പറഞ്ഞുകൊണ്ടേ നടന്നുകൊണ്ടിരിക്കുവോ വഴി കൂടെ? അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്റെ പേര് എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കും? ഇല്ല. അറിയുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് നമുക്ക്, അതെല്ലാം പുലമ്പിക്കൊണ്ട് നടക്കുമോ? ഇല്ല. ആവശ്യം വരുമ്പോ വേണ്ടത് മാത്രം പറയും. ആത്മജ്ഞാനം ഉള്ളിൽ ഉണ്ടാകണം, അതാണ്. അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞത്. ആത്മജ്ഞാനം ഉള്ളിലുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഉള്ളിൽ ആത്മജ്ഞാനം ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ രീതിയിൽ എല്ലാത്തിനും സംയമനത്തോടെ കാണണം. ചിലമ്പരുത്, നേരത്തെ പറഞ്ഞ മാതിരി അതും ഇതും പറയരുത്, ആവലാതിപ്പെടരുത്, ഒന്നും പാടില്ല.
ഉള്ളില് ആ ജ്ഞാനം വെച്ചുകൊണ്ട് ജീവിക്കണം. ഞാൻ സംസാരിയാണ്, പെട്ടെന്നൊരു വേദന, ഒരു സങ്കടം, ഒരു പ്രശ്നം വരുമ്പോ ഉടനെ ഓർക്കണം, ഞാൻ സംസാരിയല്ല, ഞാൻ സ്വയം പ്രകാശിക്കുന്ന സ്വമഹിമയിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ്. ഞാൻ ആത്മാവാണ്, സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ഞാൻ. എനിക്ക് നാശമില്ല, ഈ ശരീരമാണ് നശിക്കുക, ഞാൻ ഈ ശരീരമല്ല. ഇപ്പോൾ എൻ്റെ പേര് ഈ ശരീരത്തിന്റെ പേരാണ്, എൻ്റെ പേരല്ല. അങ്ങനെ ഉള്ളിൽ വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. സംസാരി എന്ന വിചാരം വരുമ്പോൾ ഒട്ടനെ ആത്മാവാണെന്ന് വിചാരം വേണം. സംസാരി എന്നുള്ള വിചാരമാണ് എപ്പോഴും നമുക്കുള്ളത്. അതിനെ മാറ്റി 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 ഞാൻ ആത്മാ, ഞാൻ ആത്മാ, ഞാൻ ആത്മാ എന്നുള്ള വിചാരത്തിലേക്ക് വരണം. വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയില്ല. അപ്പോ ആത്മജ്ഞാനം അത് അങ്ങനെ പ്രവർത്തിക്കണം. ആ ഉള്ളിലെ ജ്ഞാനം പ്രവർത്തിക്കണം. ഉദ്വേഗങ്ങൾ ഉണ്ടാകുന്നത് നീക്കണം. ഉദ്വേഗം വേണ്ട. അവിടെ ഞാൻ ആത്മാവാണ്, ഒന്നും സംഭവിക്കാനില്ല. ഈ ശരീരം പോകുമായിരിക്കും, പൊക്കോട്ടെ. ഈ ശരീരം കിടപ്പിലാവുമായിരിക്കാം, കിടന്നോട്ടെ. ഈ ശരീരം വേദനിക്കുമായിരിക്കാം, വേദനിച്ചോട്ടെ. അങ്ങനെ മനസ്സിനെ അത്രയും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ ആത്മാ എന്നുള്ളത് ഉയർന്ന തലമാണല്ലോ. ഒരിക്കൽ അവിടെ എത്തിയ പിന്നെ തിരിച്ചു വരവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തിരിച്ചു വരവില്ലാത്ത ആ ആനന്ദത്തിലേക്ക് എത്താൻ കഠിന ശ്രമം കൂടിയേ തീരൂ. ഒരിക്കൽ അങ്ങോട്ട് എത്തിയ പിന്നെ തിരിച്ചു വരില്ല, പേടിക്കേ വേണ്ട. അയ്യോ, അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഇനിയും തിരിച്ചു വന്നാൽ പിന്നെയും വേണ്ടി വരില്ല, ഈ പണിയൊക്കെ വീണ്ടും എടുക്കേണ്ടി വരില്ലോ, ഒന്നും വേണ്ടി വരില്ല. ഒറ്റ പ്രാവശ്യം മതി. നാം സംസാരി എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ശാസ്ത്രം വന്ന് പറഞ്ഞു തന്നു, ഉപനിഷത്തുകള്, വേദാന്തം വന്ന് പറഞ്ഞു തന്നു, നീ സംസാരിയല്ല കേട്ടോ, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എപ്പോഴാണെന്ന് പറഞ്ഞു തന്നെ? നമ്മൾ സംസാരിയാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോ, ഞാൻ ഈ ശരീരമാണ് ശരീരമാണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോ, ഒരു നാമമൊക്കെ കൊടുത്തപ്പോ, ഒരു പേരൊക്കെ കൊടുത്തപ്പോ, ഒരുപാട് വേദനകളൊക്കെ അനുഭവിക്കുമ്പോ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുമ്പോ, അപ്പോഴൊക്കെ എന്ത് പറഞ്ഞു? ശാസ്ത്രം എന്ന് പറഞ്ഞു, നീ സംസാരിയല്ല, നീ ദേഹമല്ല. ആചാര്യസ്വാമി പല കൃതികളിൽ കൂടി പറഞ്ഞു, നീ ദേഹമല്ല, 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 നീ സംസാരിയല്ല, നീ ആത്മാവാണ്. ആ ശാസ്ത്രം പറഞ്ഞതിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. അതിനാണ് ശാസ്ത്രം പഠിച്ചത്. ശാസ്ത്രം അതിനാണ് പറഞ്ഞു തന്നത്. നമ്മളെപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നത്. എപ്പോഴും ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഉള്ളിലറിയാം. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ജ്ഞാനിയല്ല. അങ്ങനെ പറയുന്ന ആള് ജ്ഞാനിയല്ല. ജ്ഞാനിക്ക് പറയാൻ പറ്റത്തില്ല, പറയൂല. ജ്ഞാനി ഉള്ളിൽ ജ്ഞാനിയായിട്ടിരിക്കും, പുറത്ത് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമൊക്കെ ചോദിക്കുന്നത്. ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിയാൻ പറ്റത്തില്ല. ജ്ഞാനി ആരാ, അജ്ഞാനിയാണെന്ന് തിരിച്ചറിയാം. അപ്പൊ അതിന് ലക്ഷണം ചോദിച്ചു, എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റാന്ന്? അതിന് ഭഗവാൻ കുറെ ലക്ഷണം പറയും. അപ്പൊ കാരണം അയാൾ ഉള്ളിൽ ആത്മജ്ഞാനിയായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നത് പ്രാരബ്ധ വഴിക്കോ അങ്ങനെയോ അല്ല. അപ്പോ നമുക്ക് കാണുമ്പോൾ അത് വേറൊരു പലതരത്തിൽ തോന്നും. കാരണം നമ്മൾ പ്രാരബ്ധത്തിൽ സംസാരിയുമായതുകൊണ്ട് നമ്മൾ സംസാരിയുടെ കണ്ണിൽ കൂടെയാണ് അതിനെ മുഴുവൻ കാണുന്നത്. അദ്ദേഹം ജ്ഞാനി എന്നുള്ള ഉള്ളിൽ ആ ജ്ഞാനത്തിലൂടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഉള്ളിലാണ് ഈ ജ്ഞാനം വരേണ്ടത്. പുറമെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് നടക്കുക അല്ല വേണ്ടത്. അറിയാതെ അങ്ങനെയൊന്നും മണ്ടത്തരം ചെയ്തു പോകരുത്. അപ്പോ ഉള്ളിലറിയണം. ഇതാണ് പരമരഹസ്യം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ആത്മാ എന്നുള്ള അറിവ് പരമരഹസ്യമാണ് എന്ന് പറയുന്നത്. രഹസ്യം നമ്മൾ ആരോടെങ്കിലും പറയുമോ? പരമരഹസ്യമായൊരു കാര്യം ശാസ്ത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇതിനെ നമ്മൾ ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? പറയാൻ പാടില്ല. പരമരഹസ്യമാണ്. അതെങ്ങനെയാ രഹസ്യം സൂക്ഷിക്കുക? അവനവന്റെ ഉള്ളിൽ സൂക്ഷിക്കണം. അപ്പൊ ആത്മജ്ഞാനം എന്നത് പരമരഹസ്യം. എവിടെ ഇരിക്കണം? നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. ചുമ്മാ പ്രസംഗിച്ചുകൊണ്ട് നടക്കാവോ? പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് അത് കിട്ടും? അവിടെയാണ് ഗുരു ശിഷ്യബന്ധം. അത് വേറെ, ഗുരു ശിഷ്യബന്ധം വേറെ. അപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, ഒരു ഗുരു ഒരു ശിഷ്യൻ അതിന് അർഹതപ്പെട്ടതാണോ എന്ന് പരീക്ഷിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു ശിഷ്യന് ആത്മജ്ഞാനം ഉപദേശിക്കുന്നതിന് മുമ്പ് ആ ഗുരു ആത്മനിഷ്ഠനായിരിക്കണം എന്ന് പഠിച്ചു. ആത്മജ്ഞാനത്തിൽ നിഷ്ഠനായിരിക്കണം.
അങ്ങനെ ആകുകയുള്ളൂ, അങ്ങനെ ആയിരിക്കുള്ളൂ. ആത്മജ്ഞാനം വന്നാൽ പിന്നെ നിഷ്ഠനാകും, ആകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഗുരുവിനെ കണ്ടുപിടിക്കണം, നിഷ്ഠനായ ഗുരുവിനെ കണ്ടുപിടിച്ച് അപ്പോ അദ്ദേഹം പല പരീക്ഷണങ്ങൾ നടത്തും, നമ്മുടെ അറിവിനെ പരിശോധിക്കും, എത്രമാത്രം ഇവന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് നോക്കിയിട്ടാണ് പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോ മിഥ്യാത്വത്തിന്റെ അറിവ് തന്ന് ഒരു ഉപദേശവും തന്ന് ബാക്കി കാലം സുഖമായി കഴിയാൻ പറഞ്ഞു. അതല്ലേ ഇത്രയും ശ്ലോകങ്ങൾ വന്നപ്പോ എന്തുണ്ടായി? ജഗത്തിന്റെ മിഥ്യാത്വത്തെ ധാരാളം പറഞ്ഞു തന്നു, അവസാനം ഒരു ഉപദേശം തന്നു. എന്താണ്? ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ ഞാൻ ആത്മാ എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം ജീവിക്കൂ എന്ന് പറഞ്ഞു. അല്ലയോ മഹാമതേ. മഹാമത എന്ന് വിളിക്കാൻ കാരണം നിത്യാത്വം ഒക്കെ മനസ്സിലായി എന്നുള്ള കണക്കൂട്ടല്ല. എന്നിട്ട് പറഞ്ഞു ഇനിയുള്ള കാലം ആത്മാവിനെ അറിഞ്ഞ് ഉള്ളില് ആത്മജ്ഞാനത്തോടു കൂടി ജീവിക്കൂ എന്ന് പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഇനി മിഥ്യ എന്ന് ആചാര്യസ്വാമി പറയില്ല, വേറെ ഹെഡിങ്ങിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ ഗുരുനാഥൻ തമാശയായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോ ഭയപ്പെടേണ്ട, ആ മിഥ്യാത്വമൊക്കെ കഴിഞ്ഞു. ധാരാളം പറഞ്ഞു തന്നു, മിഥ്യാത്വമൊക്കെ കുറെ പറഞ്ഞു തന്നു. ഇനി വേറെ ഒരു വലിയ ഹെഡിങ്ങിലേക്കാണ് പോകുന്നത്. ആചാര്യസ്വാമി വേറൊരു ഹെഡിങ്ങിലേക്ക്, വേറൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. 90-ാമത്തെ ശ്ലോകം മുതൽ 99-ാമത്തെ ശ്ലോകം വരെ ആചാര്യസ്വാമികള് എടുക്കുന്ന വിഷയം ജ്ഞാനിയുടെ പ്രാരബ്ധകർമ്മം എന്നുള്ള വിഷയം. ജ്ഞാനിയുടെ പ്രാരബ്ധകർമ്മം. ജ്ഞാനിക്ക് പ്രാരബ്ധകർമ്മം ഉണ്ടോ? പ്രാരബ്ധ നിരാകരണം എന്നാണ് ആ ഭാഗത്തെ പറയാ. പ്രാരബ്ധ നിരാകരണം 90 മുതൽ 99 വരെയുള്ള ശ്ലോകങ്ങൾ. 90 മുതൽ 99 വരെയുള്ള ശ്ലോകങ്ങള് ആ പ്രാരബ്ധത്തെ നിരാകരിക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സ്വല്പം ആദ്യം ആ ഒരു ശ്ലോകം തന്നെ കുറച്ച് കാര്യമായിട്ട് വിവരിക്കാനുള്ളത് കൊണ്ട് ഇന്ന് എടുത്താൽ തീരില്ല. അടുത്ത ദിവസം നമുക്ക് 90-ാമത്തെ ശ്ലോകം അടുത്ത ദിവസം നോക്കാം. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ ആത്മജ്ഞാനത്തെ ഉള്ളിൽ സ്ഥിരമായി നിർത്തുവാനായിട്ട് കഠിനമായിട്ട് പരിശ്രമം ചെയ്യുക. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ, ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോ, ചെറിയ ചെറിയ വിഷമതകൾ വരുമ്പോ ഒക്കെ അത് ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ, ആത്മാവിന് ഇതൊന്നും ബാധിക്കില്ലല്ലോ, ഞാൻ ആത്മാവാണല്ലോ, ഇത് ഈ ശരീരം പ്രാരബ്ധം മൂലമുള്ള ഈ ശരീരത്തെ മാത്രം ബാധിക്കുന്നതല്ലേ, ഇതിപ്പോ തീരൂല്ലോ, ഈ ശരീരം പോകുന്നതോടുകൂടി തീരൂല്ലോ, ഈ ശരീരത്തിൽ ആണല്ലോ ഇതെല്ലാം തോന്നുന്നത്, ആക്ച്വലി ഞാൻ ഈ ശരീരമല്ലല്ലോ. അതിന് ആ നേരത്തെ മിഥ്യാ സമയത്ത് പറഞ്ഞ തദ്വതാത്മനി ദേഹത്വം പശ്യത്തജ്ഞാനയോഗ എന്ന് ഓർത്തോളുക. തദ്വതാത്മനി ദേഹത്വം പശ്യത്തജ്ഞാനയോഗ, തദ്വതാത്മനി ദേഹത്വം പശ്യത്തജ്ഞാനയോഗ. എല്ലാം ആത്മാവിൽ ശരീരധർമ്മത്തെ കയറ്റിവെക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ച് ഞാൻ ശരീരമല്ല, എനിക്ക് മരണമില്ല, ഞാൻ എന്നും ഉള്ളതാണ്, ഞാൻ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു, സർവവും ഞാൻ തന്നെയാണ്, അപ്പൊ ഞാൻ എന്ന് വേറൊരു പ്രത്യേക ഒരു എൻറ്റിറ്റി ഇല്ല എന്നിങ്ങനെ സ്വയം ഉള്ളില് അറിഞ്ഞ് ഉള്ള സങ്കടങ്ങളെയെല്ലാം മാറ്റി ആ ആനന്ദത്തില് ജീവിക്കാൻ കാലം നയ മഹാമതേ എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ആ മഹാമതേ എന്ന ആചാര്യസ്വാമി നമ്മളെ സംബോധനം ചെയ്ത ആ ശ്ലോകം അതിൻ്റെതായ വിലക്കെടുക്കുക. ആ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള മനസ്സിനെ ആ ഉയർന്ന തലത്തിൽ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആചാര്യസ്വാമി അനുഗ്രഹിക്കട്ടെ, സാക്ഷാൽ പരമശിവൻ അനുഗ്രഹിക്കട്ടെ, മഹാൻ ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കോടെ നിർത്താം. എല്ലാവർക്കും സായിരാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത് ബ്രഹ്മ. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ.